അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ഹറാമിൽ നിന്ന് ഒഴിവായി നിന്നാൽ ഇല്ല അബ്ദലക്കല്ലാഹു ബിഹി ഖൈറ, അള്ളാഹു അതിനേക്കാൾ മെച്ചമായത് നിനക്ക് പകരം തരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. 25 കോടി പ്രതീക്ഷിച്ചിട്ട് നീ ഒരു 500 രൂപ കൊണ്ട് കളയുന്നതിനേക്കാൾ മെച്ചം അത് ഒഴിവാക്കി പടച്ചറബ് എനിക്ക് അതിനേക്കാൾ ഖൈറായത് കിട്ടുമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഹദീസിലുള്ള വാക്യമാണ്. അള്ളാഹു എനിക്ക് ഖൈറായത് നീ തരണേ അല്ലാ, നീ തരണേ അല്ലാ. പടച്ചറബിനോട് ചോദിക്കും മുഅ്മിൻ, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് എന്തിനാണ് നീ മടിക്കുന്നത്? പടച്ചറബിനോട് ചോദിക്കും, അല്ലാഹു തരും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് യുവത്വത്തെ ഗൗനിക്കണം. രണ്ടാമതായി നിന്റെ ആരോഗ്യഘട്ടത്തെ നീ നല്ലതുപോലെ ശ്രദ്ധിക്കണം രോഗമെത്തുന്നതിന് മുമ്പ്. 3, ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പ് നിന്റേതാകുന്ന സാമ്പത്തിക അവസ്ഥ നീ വളരെ ശ്രദ്ധിക്കണം. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദാരിദ്ര്യം വന്നതിന് ശേഷം പിന്നെ ഞാൻ സദഖ കൊടുക്കാം, അങ്ങനെയുണ്ട് പല ആളുകൾ. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയിരിക്കുന്ന അവസരത്തിൽ ഞാൻ വേണേ കൊടുക്കാം. അങ്ങനെയല്ല, സമ്പത്തുള്ള അവസ്ഥയിൽ അള്ളാഹുവിനെ വേണ്ട രീതിക്ക് നീ ഗൗനിക്കൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീനിന് കൊടുക്കൻ, കുടുംബത്തിന് കൊടുക്കൻ, സമൂഹത്തിന് കൊടുക്കൻ, സമുദായത്തിന് കൊടുക്കൻ. ഏതെല്ലാം നന്മയാർന്ന പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ നീ ഭാഗവാക്കാകൻ. ഹറാമായ മേഖലയിൽ നീ ചെലവഴിക്കരുത്. കാരണം അത് ചോദ്യമുണ്ടാകും. എല്ലാ വസ്തുക്കളെ കുറിച്ചും ഒരു ചോദ്യമാണ് ഉള്ളത് എങ്കിൽ സമ്പത്തിനെ കുറിച്ച് നാളെ മഹ്ശറയിൽ 2 ചോദ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എവിടുന്നാണ് സമ്പത്ത് നിനക്ക് കിട്ടിയത്, എവിടെ ചെലവഴിച്ചു, 2 ചോദിക്കും. എവിടുന്നാണ് നിന്റെ ഇൻകം, എവിടെയൊക്കെയാണ് നീ അതിനെ ചെലവഴിച്ചത് ചോദിക്കും. ഇത് 2ഉം ചോദിക്കും. അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒന്നിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഊരായിരുന്നു. ഇത് കിട്ടിയ വകുപ്പും ചോദിക്കും, കൊടുത്ത വകുപ്പും ചോദിക്കും. അപ്പോഴാണ് തിയേറ്ററിൽ ഇത്ര കൊടുത്തു, ജമാഅത്തായിട്ട് സിനിമ കാണാൻ പോയ സമയത്ത് ഇത്ര കൊടുത്തു, ഏതെല്ലാം മേഖലകളിൽ കൊടുത്തു, ഗാനമേള കേൾക്കാൻ വേണ്ടി പോയപ്പോൾ ഇത്ര രൂപ കൊടുത്തു, ഇന്ന ട്രൂപ്പുകാർ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൊടുത്തത്, ഇന്ന ടീമുകൾ വന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അവിടെ കൊടുത്തത്, രഹസ്യമായി ഇന്ന സ്ഥലങ്ങളിൽ കൊടുത്തത്, ഇതൊക്കെ പിടിക്കപ്പെടും. അവിടെയാണ് പ്രശ്നം. അപ്പൊ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പത്തിന്റെ അവസ്ഥ ശരിക്ക് ഗൗനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4മതായി എണ്ണുകയാണ്, പഠിപ്പിക്കുകയാണ്. വഫറാഗക ഖബ്ല ശഗ്ലിക, ജോലി തിരക്കുകൾ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവുള്ള സമയങ്ങളെ ഗൗനിക്കണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ജോലി തിരക്കുകൾ വരുന്നതിന് മുമ്പ് യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ ഏതെല്ലാം നന്മകൾ ചെയ്യാം, ഏതെല്ലാം നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, ആ നന്മകൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തൽ അനിവാര്യമാണ്. നമസ്കാരത്തിൽ പ്രത്യേകമായി ഗൗനിക്കണം, നോമ്പുകളിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തണം. നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണേ. നിസ്കരിക്കും, നിസ്കാരം എല്ലാവരും ഉണ്ട്, പക്ഷെ അതിനു മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഇന്ന് പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കാൻ. കുഴിയിലോട്ട് പോകുന്നവർക്ക് ഇരിക്കട്ടെ, ബാക്കി ചെറുപ്പക്കാരൊക്കെ അതൊക്കെ നിസ്സാരവൽക്കരിക്കാൻ. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. നിസ്കാരം വേണം, സുന്നത്ത് നിസ്കാരം മസ്റ്റാണ്. മസാല അബ്ദി ബിന്നവാഫിൽ യഖറുബു ഹത്താ അകൂന ലഹു യദൻ വഅർജുലാ. സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ, സുന്നത്തായ കർമ്മങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അങ്ങനെ ഒന്ന് ചെയ്തു നോയിക്കേ, അല്ലാഹുമായി നല്ല ബന്ധം സ്ഥാപിക്കും. സുന്നത്തുകൾ രാവിലെ സുബഹിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത്. ആരെങ്കിലും അലം നശ്റഹ് എന്ന സൂറത്ത് 1ാമത്തെ റക്അത്തിലും 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ എന്നുള്ള സൂറത്തുൽ ഫീൽ മോദി നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വേദനയോ ഒരു പ്രയാസമോ ഉണ്ടാകുന്ന ഒന്നും അവനുണ്ടാവൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അമലിന് വേണ്ടി ഒന്ന് പറഞ്ഞതാണ്, ശരിക്കും ശ്രദ്ധിക്കണേ. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. ആ സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ അലം നശ്റഹും അലം തറ കൈഫയും ഈ 2 സൂറത്തും ഓതി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു ടെൻഷനോ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒന്ന് ചെയ്തു നോക്ക്, മുജറബാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അതൊക്കെ പരീക്ഷിച്ചറിഞ്ഞതാണ്, പ്രവാചകരുടെ അധ്യാപനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ആദ്യം എന്ത് വേണം? സുബഹി നിസ്കരിക്കാൻ എഴുന്നേക്കണം. അവനോടാണ് സുബഹിയുടെ സുന്നത്ത് പറയുന്നത്. ഇത് 3 മണി വരെ മൊബൈലിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കാൻ, സുബഹിയില്ല, പിന്നെ കിടന്ന് ഉറക്കാൻ. 8 മണിയാകുമ്പോഴാണ് എഴുന്നേക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. 2 കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. അതിലൊന്ന് ഈ സുബഹിക്ക് ശേഷമുള്ള ജമാഅത്തായിട്ടുള്ള ഉറക്കാൻ. എല്ലാവരും ഉറങ്ങാൻ കിടക്കുക. റമദാൻ കഴിഞ്ഞിട്ട് ഹാജിയാരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഉസ്താദേ. എന്താണ്? സുബഹി കഴിഞ്ഞ എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും ഉറങ്ങും, ജമാഅത്തായിട്ടാണ്. അതാണ് അവസ്ഥ അല്ലേ? വീട്ടിലെല്ലാവരും വലിയ വിഷയമാണ്. ചെറുപ്പക്കാരൊക്കെ നല്ല ജോലി കിട്ടാത്തതിന്റെ കാരണം, നല്ല ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ഹൈറായ ജോലി കിട്ടാത്തതിന്റെ കാരണം ഒന്ന് ഈ സുബഹി കഴിഞ്ഞുള്ള ഉറക്ക. വളരെ വലിയ വിഷയമാണത്. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ ജീവിതത്തിൽ ബറക്കത്ത് കേടാണ്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഐശ്വര്യം ഉണ്ടാവൂല, ഖൈറുണ്ടാവൂല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹു എന്ന സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ മുഅ്മിനേ മുഅ്മിനത്തെ നമ്മുടെ ജീവിതത്തിൽ വേണോ. സുബഹിക്ക് ശേഷമുള്ളതാകുന്ന ഉറക്കം പരിപൂർണമായി ഒഴിവാക്കണേ. അല്ലാഹുവിന്റെ റസൂല് ഏത് ഖൈറായ കാര്യത്തിന് യാത്ര തിരിച്ചാലും സുബഹിക്ക് ശേഷം യാത്ര തിരിക്കുമേ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ്, സുവ്യക്തമാണ്. ഏത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലും വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പ്രവാചകർ തിരഞ്ഞെടുക്കുന്ന സമയം അത് സുബഹിയുടെ സമയമാണ്, സുബഹിയുടെ സമയമാണ്. രാവിലെ നബിതങ്ങൾ എത്തുള്ളൂ. ഇന്ന് നമ്മുടെ തലമുറകൾ, യുവാക്കൾ കാണിക്കുന്ന ഒരു തെറ്റുകൂടിയുണ്ട്. എന്ത്? പ്രവാസ ലോകത്തുള്ള പ്രവാസികളായ ആളുകൾ വരെ വീട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി അവിടുന്ന് വരുമ്പോഴേ തന്നെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തുകൊണ്ട് വരികയാണ്. അവിടുന്ന് കയറുമ്പോഴേ തന്നെ പല ഭാഗങ്ങൾ കട്ട് ചെയ്ത് പിടിച്ച് യൂട്യൂബിൽ ഇട്ടുകൊണ്ട് വരുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവൻ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഇവൻ കുളിക്കാൻ കയറുന്നു, കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നു, ഡ്രസ്സ് ഇടുന്നു, എയർപോർട്ടിലേക്ക് പോകുന്നു, ഒരു കൂട്ടുകാരനെ ഏൽപ്പിക്കാൻ ഇവൻ നടന്നു വരുന്നു, എയർപോർട്ടിലെത്തി, അവിടുന്ന് വരുന്നു, ഇവിടെ വീട്ടിലെത്തുന്നു, വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. ഇങ്ങനെ രഹസ്യമായിട്ട് വന്നിട്ട് രാത്രി 2 മണിക്ക് കടന്നുറങ്ങുന്ന ഭാര്യയെ ഉമ്മയും കുടുംബത്തേക്ക് വിളിച്ചുണർത്തിയിട്ട് അവരെ ഞെട്ടിക്കുക. അപ്പൊ അവരാകെ ഞെട്ടിത്തിരിച്ചു. ഭയങ്കരമായിട്ട് അവർക്കൊരു ഇത് കൊടുക്കാൻ, അതിശയം കൊടുക്കുന്ന പരിപാടി. ഇത് ദീനിലില്ലാത്ത ഏർപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് യാത്ര കഴിഞ്ഞു വരുമ്പോഴും ഒരു ദൂതനെ ആദ്യം അയക്കുമെന്നാണ്. ഇന്ന സമയത്ത് പ്രവാചകരെത്തും, നബി മുഹമ്മദ് മുസ്തഫ. അതാണ് വേണ്ടത്. നമ്മൾ വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ നിൽക്കുക. ആ സർപ്രൈസിന്റെ പരിപാടി ദീനിലില്ലാത്ത പരിപാടിയാണ്. അത് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാർ പഠിക്കാൻ ഒരുപാടുണ്ട്. ദീനിൽ നിന്ന് പഠിക്കാൻ പ്രവാചകരുടെ കൂടെ സഞ്ചരിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാചകരുടെ സീറത്ത് നമ്മളിൽ ഉണ്ടാവണം. അവിടത്തോടൊപ്പം കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത് കിട്ടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5-മതായി എണ്ണുകയാണ്, വഹയാതക ഖബ്ല മൗതിക. മരണമെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതം മുഴുവനും പരിപൂർണമായി ദീനിൽ അധിഷ്ഠിതമാക്കണേ. നിന്റെ ജീവിതത്തെ ശ്രദ്ധിക്കണേ. ഏത് സെക്കൻഡിലും എപ്പോഴും നിനക്ക് മരണം പുൽകാം. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ നീ പിടിമുറുക്കാം, നിർബന്ധമാണ്. ഏത് സെക്കൻഡിലും അത് ഉണ്ടാവാം. അതിനു മുമ്പ് തന്നെ മരണത്തിന് വേണ്ടി നീ ഒരുങ്ങണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നമ്മളും നമ്മുടെ മക്കളും ഈ രീതിയിലുള്ള ജീവിതം നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചവരാണോ? മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം നമ്മൾ നയിച്ചവരാണോ? അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കൂലേ? ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടുകൊണ്ടിരിക്കുകയോ? എപ്പോഴും ഫേസ്ബുക്ക്, കുറച്ചു നേരം വാട്സാപ്പ്, അത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാം, അത് കഴിയുമ്പോൾ യൂട്യൂബ്, ഇതിങ്ങനെ മാറി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഐഫോണിലും അടക്കം ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും വരെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഖുർആൻ. ഫ്രീ ആണ്, ഒരല്പം നെറ്റുണ്ടായാൽ മതി. എന്നിട്ടും ഖുർആൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാനോ ഖുർആൻ ഓതാനോ നമ്മൾ തയ്യാറാകുന്നില്ല. മൊബൈൽ ഫോണിനകത്തില്ലാത്ത അശ്ലീലതകളില്ല. നന്മയിലേക്ക് തിരിക്കാൻ പറ്റുന്ന അതേ മൊബൈലും ടാബും ഒക്കെ തന്നെ നമ്മൾ അശ്ലീലതയിലേക്ക് തിരിക്കാൻ.
അല്ലേ? ഒരു പുതിയ വാഹനം എടുത്താലും നമ്മൾ അതിനകത്ത് ആദ്യം തന്നെ DJ ഫിറ്റ് ചെയ്തിട്ട് സിനിമാ പാട്ടിട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടെന്താ? നേരെ കൊക്കയിലേക്ക് മറിയാൻ. എത്ര അപകടങ്ങളാണ്. ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല, ഖുർആനായിട്ടൊരു ബന്ധമില്ല, അല്ലേ? ഒരു ഒഴിവ് കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഫറാഗക ഖബല ശുഗ്ലിക, ജോലി വരുന്നതിന് മുമ്പ്, തിരക്കുകൾ വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവുള്ള വേള ശ്രദ്ധിക്കൻ. നമ്മൾ ഒഴിവ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇന്നത്തെ ദിവസം അവധിയായിരുന്നു, അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം അവധിയായിരുന്നു, നാളത്തെ ദിവസം അവധിയാണ്. ഇങ്ങനെ നമുക്ക് അവധി ദിവസങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യും, ജമാഅത്തായിട്ട് നമുക്ക് ഒരു ടൂർ പോയി കളയാം. നമുക്കിന്ന് ഒരുമിച്ചിരുന്നിട്ട് റബീഉൽ അവ്വൽ മാസമല്ലേ, ഊട്ടിയിലും പോകണ്ട, കൊടൈക്കനാലും പോകണ്ട, മൂന്നാറും പോകണ്ട, എവിടെയും പോകണ്ട. പാപ്പ തീരുമാനിക്കുന്നു, ഉമ്മയും തീരുമാനിക്കുന്നു, മക്കളെല്ലാവരും ചേർന്നിരുന്നിട്ട് പറയാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഒരു 100 സ്വലാത്ത് ചെല്ലാം, ഒരുമിച്ചിരുന്ന് 1000 തസ്ബീഹ് ചെല്ലാം. അങ്ങനെ ഇന്ന് വരെ ജീവിതത്തിൽ 30, 40, 50, 60, 70 വയസ്സെത്തിയിട്ടുണ്ട്. ഇന്ന് വരെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അങ്ങനെ ചിന്ത വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10 തസ്ബീഹ് ചെല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടോ? 10 തഹ്ലീൽ ചെല്ലാൻ വേണ്ടി നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി 70,000 ദിക്ർ ചൊല്ലിക്കൊണ്ട് ഹദിയ ചെയ്താൽ തീർച്ചയായും അവരുടെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും, നരകീയ മോചനം നൽകും. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ ഖബർ ജീവിതത്തിൽ നിന്ന് സംരക്ഷണം കിട്ടും. ബാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, കുടുംബത്തിലുള്ള മരണപ്പെട്ടവർക്ക് വേണ്ടി നീ ചെയ്താൽ തീർച്ചയായും അതിന്റെ തത്തുല്യ പ്രതിഫലം കരുതിയാൽ അവരുടെ ഖബർ ജീവിതത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പാണ്. വലിയ കാവലുണ്ടാകും അദാബുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നമുക്ക് വേണ്ടി 70,000 തഹ്ലീലുകൾ ചൊല്ലിത്തീർത്തോ? നമ്മൾ ഓരോരുത്തരും ജനിച്ച സമയത്ത് വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുത്തു. ബാങ്കും ഇഖാമത്തും കൊടുത്താൽ ഇനി നിസ്കാരം ഉണ്ടാവണം. ആ നിസ്കാരം ഇതാ നടത്തപ്പെടാൻ സമയമായിരിക്കുന്നു. നിന്റെ മയ്യിത്ത് നിസ്കാരമാണ്. ആ നിസ്കാരമാണ് നിന്റെ മയ്യിത്ത് നിസ്കാരം. ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നാം ഓരോരുത്തരും. ബാങ്കും ഇഖാമത്തും കൊടുത്താൽ പിന്നെ നിസ്കാരത്തിനുള്ള സമയം വളരെ വിരളമാണ്. ആ വിരളമാക്കപ്പെട്ട സമയം മാത്രമാണ് ദുനിയാവ്, ഇഹലോക ജീവിതം, ഈ ഭൗതിക ലോക ജീവിതം. 60 70 വയസ്സ് കാലഘട്ട ജീവിതം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ ജീവിതം അസ്തമിച്ചു പോകും. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തിൻ. വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ ശ്രദ്ധിക്കിൻ. നിന്റേതാകുന്ന ആരോഗ്യത്തെ ഗൗനിക്കിൻ. രോഗാതുരമാകുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കിൻ. ഒഴിവുള്ള വേളകളെ നീ ഗൗനിക്കിൻ. വലിയ വലിയ തിരക്കുകളിലേക്ക് നീ എത്തിപ്പെടുന്നതിന് മുമ്പ് നിന്റെ ഒഴിവുള്ള വേളകളെ ദീനിയായ കാര്യത്തിന് വേണ്ടി ശ്രദ്ധ ചെലുത്തിൻ. മാത്രമല്ല, മരണത്തിന് മുമ്പ് നീ ജീവിതത്തെ ഒരുങ്ങി തയ്യാറാകിൻ. ആഖിറത്തിന് വേണ്ടി, പാരത്രിക ലോകത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യൻ. നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ ഇബാദത്തുകൾ, നിന്റേതാകുന്ന ഇബാദത്തുകൾ പരിപൂർണമായുള്ള ഖുശൂഅ് ഒക്കെ അള്ളാഹുവിന് വേണ്ടി സംതൃപ്തിയോടുകൂടി നീ ചെയ്തു വെക്കൻ. എങ്കിൽ മാത്രമേ നിനക്ക് വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ ദുനിയാവിൽ നീ ഏറ്റവും ഹതഭാഗ്യനായിട്ട് പോകും. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത്, അവരെ ഗർഭധാരണ വേളയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിച്ച്, ഖുർആൻ ഖത്മ തീർത്ത്, പ്രസവിച്ചിടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ വകതിരിവെത്തുമ്പോൾ തന്നെ പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പഠിപ്പിച്ച് ദീനി അവബോധം നൽകി ദീനിയായ ചിട്ടയിൽ ഖുർആനിന്റെ വഴിത്താരിയിലേക്ക് മക്കളെ നയിക്കൻ. അതിന് പരിശുദ്ധ പ്രവാചകരുടെ ജീവിതം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൻ. നമ്മുടെ മക്കൾക്ക് അവരെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൻ. പ്രവാചകരുടെ സീറകൾ, പ്രവാചകരുടെ മനോഹരമായ ചരിത്രങ്ങൾ. എങ്കിലേ മുത്തുനബിയോടൊപ്പം ചേർന്ന് നടക്കാൻ നമ്മുടെ മക്കൾ പഠിക്കുകയുള്ളൂ. അങ്ങനെ ചേർന്ന് നടന്നപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനമുണ്ടായ ആളുകൾ സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ പരിവർത്തനപ്പെട്ട വ്യക്തിയാണ്. അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത കുട്ടിയാണ്. പറയുന്നു, ഞാൻ പ്രവാചകരോടൊപ്പം ഒരു തയ്യൽക്കാരന്റെ സൽക്കാരത്തിൽ പങ്കെടുത്തു. പ്രവാചകർ ചുരക്ക വല്ലാതെ കഴിക്കുന്നത് എന്റെ കണ്ണിൽപ്പെട്ടു. ചുരക്ക മനസ്സിലായല്ലോ? പച്ചക്കറി, നീണ്ടിട്ടുള്ള ഒരു സാധനമാണ്. മലബാറിൽ ചുരങ്ങ എന്നാണ് അതിന് പറയുക. ഈ ചുരക്ക വല്ലാതെ കഴിക്കുന്നത് കണ്ടു. ഞാൻ പിന്നീട് എപ്പോഴും അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട വസ്തുവാണ്. അതുകൊണ്ട് ഞാനതിനെ ഇഷ്ടപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഭക്ഷണത്തിൽ പോലും വലിയ മാറ്റം സഹാബത്തിലുണ്ടാക്കി.
നബി ഇഷ്ടപ്പെട്ടതെന്തും ഇഷ്ടപ്പെടാൻ, കാരണം നബിയോടൊപ്പം ചേർന്ന് നിന്ന് ജീവിതം പഠിക്കാൻ, ആ പ്രവാചകരുടെ ജീവിതം ഒപ്പിയെടുക്കാൻ. അപ്പൊ ഏതെല്ലാം നന്മകളുണ്ടോ അത് മുഴുവനും സംശീകരിക്കാൻ. അത് ഭക്ഷണത്തിൽ കൊണ്ടുവന്നു, അത് ജീവിതത്തിൽ കൊണ്ടുവന്നു, അത് പ്രവർത്തന മേഖലയിലുണ്ടായി, എല്ലാ മേഖലയിലും അത് പരിപൂർണമായി പരിവർത്തനമുണ്ടാക്കി മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെ അവരെ നോക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മ, ഈ ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ. അള്ളാഹു അവരെ കൊണ്ടാണ് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു അവരെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് അവരും സംതൃപ്തിപ്പെട്ടു. കാരണം എന്തുകൊണ്ട്? അവർ പ്രവാചകരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവാചകന്റെ ജീവിതം ഒപ്പിയെടുത്തു, ജീവിതം അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. നമുക്ക് ആ ജീവിതമൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തി ഗ്രന്ഥങ്ങളിലൂടെ, മലയാളത്തിൽ തന്നെ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ പ്രവാചകരെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നില്ല? പ്രവാചകരുടെ ചരിത്രം നമ്മളും പഠിക്കണം, പുതുതലമുറകൾക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ മക്കൾ തെറ്റുകളിൽ നിന്ന് മാറി നന്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെതാകുന്ന ജീവിത ചരിത്രത്തിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്, വളരെയേറെ ദാരിദ്ര്യത്തിലായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്, വളരെയേറെ പ്രയാസത്തിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ആ ഉപ്പയെ സഹായിക്കാൻ വേണ്ടി 13 വയസ്സുള്ളതാകുന്ന സന്ദർഭത്തിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ പത്രമിടാൻ വേണ്ടി പോകും. അങ്ങനെ പത്രമിട്ട് കിട്ടുന്നതാകുന്ന പൈസ, ചെറിയ പൈസയെ കിട്ടുള്ളൂ, അതിന്റെ ഒരല്പം കൊണ്ടുവന്ന് എൻ്റെ ഉമ്മയുടെ കൈവശം കൊടുക്കും, വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങാൻ. അങ്ങനെ വൈകുന്നേരം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അന്ന് വീട്ടിലുണ്ടായിരുന്നത് പട്ടാണിക്കടലയും ഗോതമ്പിന്റെ റൊട്ടിയുമാണ്. തമിഴ്നാട്ടിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ വസിക്കുന്നതാകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭക്ഷണം വളരെ സുഭിക്ഷതയുള്ള ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് ഞാൻ ഒരല്പമെടുത്ത് റൊട്ടിയെടുത്ത് പട്ടാണിക്കടലിൽ കറിയിൽ മുക്കിയിട്ട് വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിശക്തമായ ഉപ്പ് കാരണം ഞാൻ വേഗം തുപ്പിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ ഉമ്മയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്ത് വലിയ ഉപ്പാണിത്, എന്താണ് കറി ഇങ്ങനെ? നമ്മളിൽ പല മക്കളും അങ്ങനെ ചോദിക്കാറുണ്ട്. കലാമു പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു, ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഞാനുകൂടി സമ്പാദിച്ചിട്ടാണ് ഇപ്പൊ ഈ സാധനമൊക്കെ ഉണ്ടായത്. നമ്മൾ മക്കള് സമ്പാദിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ മുഴുവനും. എന്നാ പഠിച്ചു വെച്ചോ, മക്കള് സമ്പാദിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി നിന്റെ നാവിലേക്ക് വെക്കാൻ തുടങ്ങിയാൽ നിന്റെ അധപ്പതനമാണ്. മക്കള് ചോദ്യം ചോദിക്കാൻ തുടങ്ങും, പിന്നെ വാപ്പയെ നിലക്ക് നിർത്താൻ തുടങ്ങും. ഞാനാണ് വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങിയത്, കണക്ക് പുസ്തകത്തിൻ്റെതാകുന്ന താളുകൾ മറിക്കാൻ തുടങ്ങും. കലാമു പറയാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിപ്പോയി. കാരണം ഞാൻ ഈ പത്രം ഇട്ട് കിട്ടുന്നതാകുന്ന ചെറിയ പൈസ കൊണ്ടാണല്ലോ ഇപ്പൊ ചെറിയ അരിയും സാധനമൊക്കെ വീട്ടിൽ വാങ്ങുന്നത്. അപ്പോൾ ഉപ്പ അങ്ങനെ കൂടാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഉമ്മയോട് ദേഷ്യപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വാപ്പ നല്ല റാഹത്തായിരുന്ന് അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. വാപ്പാക്ക് ഒരു കുഴപ്പമില്ല. വാപ്പാടെ പേര് സൈനുൽ ആബിദീൻ എന്നാണ്, ഉമ്മയുടെ പേര് ആഷിയ ഉമ്മ എന്നാണ്. സൈനുൽ ആബിദീൻ എന്ന എൻ്റെ പിതാവിനെ നോക്കുമ്പോൾ വാപ്പ ഒരു കൂസലും ഇല്ലാതെ റൊട്ടി ഇങ്ങനെ എടുക്കുന്നു, വായിൽ വെക്കുന്നു, ഞുണയുന്നു, കഴിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിന് വാപ്പാടെ റൊട്ടിക്ക് ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഞാൻ വാപ്പാടെ റൊട്ടി പതുക്കം കൊണ്ട് എടുത്തിട്ട് കറിക്കകത്ത് മുക്കി തിന്നു നോക്കിയപ്പോൾ നല്ല ഉപ്പുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി വാപ്പാക്ക് ചെറിയൊരു പാത്രത്തിൽ കറി സ്പെഷ്യൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ കറി ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഈ റൊട്ടിക്ക് ഉപ്പ് കൂടിയാലും കറിയിൽ ചിലപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാഹത്താവും. അപ്പൊ ഞാൻ വാപ്പാടെ കറിക്കകത്തൊന്ന് മുക്കിയിട്ട് വായിൽ വെച്ച് നോക്കിയപ്പോൾ അപ്പോഴത്തെ അങ്ങനെ തന്നെയാണ്, ഉപ്പുണ്ട്, കറക്റ്റാണ്, നല്ല ഉപ്പാണ്. പാപ്പ പക്ഷെ ഒന്നും അറിയാത്ത പോലെ മിണ്ടാതിരിക്കുക. ഞാൻ വീണ്ടും ഒന്നുകൂടി ഉമ്മയോട് ദേഷ്യപ്പെട്ടു, ഉമ്മ എന്താണിത്, കറിക്ക് ഭയങ്കര ഉപ്പാണല്ലോ. ഉമ്മ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ നിൽക്കാൻ. ആഷിയ ഉമ്മ എന്ന പ്രായം ചെന്ന ഉമ്മ. അപ്പൊ വാപ്പ ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ വീടിന്റെ വിളക്ക് തെളിക്കുന്ന ഉമ്മയാണ് നിന്റെ മാതാവ്. മാത്രമല്ല 5:30 മണിക്ക് പോകുന്ന നിനക്ക് വേണ്ടുന്ന കാപ്പി റെഡിയാക്കി നൽകുന്ന മാതാവുമാണവർ. എന്നല്ല, പകല് മുഴുവനും ഈ വീട്ടിലുള്ള എല്ലാ ജോലികളിലും നമ്മുടെ വസ്ത്രം കഴുകുന്നു, നമ്മുടേതാകുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്തു വെക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, വീട് തൂത്തുവാരുന്നു, അടിച്ചു വാരുന്നു, പരിസരം വൃത്തിയാക്കുന്നു എന്ന് തുടങ്ങി എല്ലാ ജോലികളും ചെയ്ത് ക്ഷീണിതരായി നിലകൊള്ളുന്നവർ.
ഏറ്റവും താമസിച്ചാണ് അവർ ഉറങ്ങുക. ഈ വീടിന്റെ വിളക്ക് അണച്ചുന്നത് ഏറ്റവും ലാസ്റ്റ് അവരാണ്. നീ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോവാൻ, ഉമ്മ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല, ഉമ്മ ഇപ്പോഴും അടുക്കളയിലാണ്. ഏറ്റവും രാവിലെ ഉണർന്ന് ഏറ്റവും അവസാനമായി കിടക്കുന്നത് ആ പ്രിയപ്പെട്ട മാതാവാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ ഈ ജോലി തിരക്കുകൾക്കിടയിൽ, കഷ്ടയാതനകൾ നടത്തുന്നതിനിടയിൽ, പ്രയാസത്തിനിടയിൽ ഒരുപക്ഷെ അല്പം ഉപ്പ് മറന്നുപോയി വീണ്ടും ഇട്ടിട്ടുണ്ടാവാം. അറിയാതെ പറ്റിപ്പോയതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പറ്റിയ തെറ്റിന്റെ പേരിൽ വാപ്പ അവരെ ദേഷ്യപ്പെടണോ എന്ന് ചോദിച്ചു. കലാം പറയുന്നു, എന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി എൻ്റെ വാപ്പയുടെ നെഞ്ചിലെ ചൂട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വാപ്പയുടെ നെഞ്ചിന്റെ ചൂടിലേക്ക് ചേർന്ന് നിന്നോട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട വാപ്പ, ഒരു വാക്കുപോലും ഉമ്മയെ പറയണ്ട, ഒന്നും പറയണ്ട, പ്രയാസപ്പെടുത്തണ്ട. ഞാൻ വാപ്പയുടെ നെഞ്ചത്തേക്ക് ചാരി കടന്ന് പൊട്ടിക്കരഞ്ഞു. കലാം പറയുന്നു, അന്ന് ഞാൻ അവിടുന്ന് എടുത്ത തീരുമാനമാണ്, ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ഇനി പറയൂല. 13 വയസ്സുകാരനാകുന്ന കലാം പിന്നീട് ചവിട്ടിക്കേറിയത് സഹോദരങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തതിന്റെ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഈ സമുന്നതമാകുന്ന പദവി, നിങ്ങൾ ഉന്നതമായി കാണുന്ന ഈ പദവിയിലേക്ക് ഞാൻ എത്തിയത് എന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ കുറിക്കുന്നുണ്ട്. എങ്കിൽ ഇത് തന്നെയാണ് ഈ വർഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നബിദിന സന്ദേശം. നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ, നമ്മൾ യുവാവായി നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ ശരിക്കും ശ്രദ്ധിക്കാൻ, മാതാവിനെയും പിതാവിനെയും നോവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടൂല. അവർക്ക് വേണ്ടുന്ന ഖിദ്മത്തുകൾ നാം ചെയ്യണം, വേണ്ടുന്ന സേവനങ്ങൾ നാം നടത്തണം. കാരണം അവർ ഒരുപാട് കഷ്ടയാതനകളും പ്രയാസങ്ങളും സഹിച്ചവരാണ്. നമുക്ക് വേണ്ടി ജീവിതം അതിനുവേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളിച്ച ആളുകളാണ്. ജീവിതം മുഴുവനും അവർ ജീവിച്ചു തീർത്തത് നമുക്ക് വേണ്ടിയാണ്. പ്രാർത്ഥിച്ചതും എല്ലാ കാര്യങ്ങളും നടത്തിയതും നമുക്ക് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് എങ്കിൽ, നീ ഏത് യാത്രയിൽ പോകുന്ന വേളയിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിലകൊണ്ടതും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഏത് പാതിരാത്രി സമയത്ത് നീ കയറി ചെല്ലുമ്പോഴും നിന്റെ ഭാര്യയും നിന്റെ കുടുംബവും മുഴുവനും ഉറങ്ങിയാലും ഉറങ്ങാതെ ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റ് വന്നുകൊണ്ട് നിനക്ക് വേണ്ടുന്ന ഭക്ഷണം വെച്ച് തരുകയും അത് വിളമ്പിത്തരുകയും നിന്നെ സൽക്കരിക്കുകയും നിനക്ക് ഊട്ടിയും നിന്നെ ഉറക്കുകയും ചെയ്യുന്നത് നിന്റെ മാതാവാണ്. ആണോ അല്ലയോ? ആണ്. ഭാര്യ പോയി ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഉമ്മ നീ വന്ന് ബെല്ലടിക്കുമ്പോഴേ ആദ്യം എഴുന്നേക്കുന്ന ഉമ്മയാണ്. ഉമ്മ വന്നിട്ട് ചോദിക്കും, മോനെ വല്ലതും കഴിച്ചോ? കഴിച്ചിട്ടില്ലെങ്കിൽ വായെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം തരികയാണ്. നീ ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോൾ ആദ്യം നിന്നെക്കാൾ മുൻപേ എടുത്തുകൊണ്ടുവരുന്നത് നിന്റെ പ്രിയപ്പെട്ട മാതാവാണ്. ആ മാതാവിന്റെ സ്നേഹം എന്റെ തലമുറ തിരിച്ചറിയണം, അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. അത് സാധിക്കുന്നത് എപ്പോഴാണ്? മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില കടമകൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദീനീ ബോധം മക്കൾക്ക് കൊടുക്കണം, അനിവാര്യമാണ്. എങ്കിലേ അത് തിരിച്ചു കിട്ടുള്ളൂ. മക്കളിലേക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ അത് വേണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തുടങ്ങി മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്ന ജീവിതഘട്ടങ്ങളിലും കുടുംബജീവിതത്തിന്റെ ഘട്ടങ്ങളിലും ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളുടെ വിഷയത്തിലും സന്താന പരിപാലനത്തിലും എല്ലാത്തിലും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി ഈ ഉമ്മത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് നൽകിയ വ്യക്തിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത വിഷയമേത്? ചിന്തിക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ തലമുറയുടെ പോക്കങ്ങോട്ടാണ്. ചെറുപ്പക്കാരായ ആളുകൾ ആർക്കാണ് ഇത് ശ്രദ്ധ ചെലുത്തുന്നത്? കള്ളിനും ലഹരിക്കും അടിമപ്പെടുന്ന തലമുറയായി നമ്മുടെ മക്കൾ മാറിയില്ലേ? MDMAയും LSDയും അടക്കമുള്ളതാകുന്ന ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വല്ലാതെ കൂടി വരുന്ന കാലഘട്ടം. അത് കച്ചവടം നടത്തുന്നതായ തലമുറയിലേക്ക് നമ്മുടേതാകുന്ന മുസ്ലിം ദമ്പതിമാർ വരെ മാറിയിരിക്കുന്ന കാലഘട്ടം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ശാരിബുൽ ഖംരി യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കള്ള് കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, മോശപ്പെട്ടതാകുന്ന ജീവിതത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന യുവതി യുവാക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് യൻസിഉ മിൻഹുൽ ഈമാൻ.
5 വഖത്ത് നമസ്കാരത്തിലൂടെ പടച്ച റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതാകുന്ന ഈമാൻ എന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ആ മഹത്തരമാകുന്ന വിശ്വാസം അല്ലാഹു പരിപൂർണമായി ഇല്ലാതാക്കുമേ, അവനിൽ നിന്ന് ഊരിക്കളയുമേ. ശാരിബുൽ ഖംരി യമൂതു കഅബിദില്ലാത വൽഉസ്സാ. ലഹരി നുണയുന്നതായ ആളുകൾ മക്ക മുശ്രിക്കുകൾ ചത്തുപോയതുപോലെ ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് ചത്തുപോയതാകുന്ന ബിംബാരാധകളെ പോലെ കാഫിറായി ചത്തുപോകുന്നതായ സമൂഹമാകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലഹരി നുണഞ്ഞാൽ ഈമാൻ ഊരപ്പെട്ടു പോകും, ലഹരി നുണഞ്ഞാൽ കാഫിറായി ചത്തുപോകും. നബി മുഹമ്മദ് മുസ്തഫ തൗബ ചെയ്തില്ല എങ്കിൽ എന്നാ പിന്നെ തൗബ ചെയ്യാ അന്ന് നമുക്കുണ്ടാവൂല. കാരണം ഈമാൻ കുടിക്കുന്ന സമയത്ത് തന്നെ ഊരപ്പെട്ടു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു എന്നാണ്, ഇട്ടിരിക്കുന്ന നീളക്കുപ്പായം കമീസ് അതിങ്ങനെ തലവഴി ഊരിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഹാക്കഥ ഇപ്രകാരം ഇതേപോലെ ഈമാൻ ഊരപ്പെട്ടു പോകും. നബി മുഹമ്മദ് മുസ്തഫ. വലിയ വിഷയമാണത്. ഒരല്പം കുടിച്ചാൽ മതി, കാഫിറായി ചത്തുപോകും, ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല അവിശ്വാസിയായി മരണപ്പെട്ടു പോകും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനം ബിൽ ഖംരി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചാണോ തങ്ങൾ കാഫിറായി ചത്തുപോകുമെന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ അല്ല സാബ ولكن شربها حين وجدها ولو بعد سنين. വർഷങ്ങൾക്ക് ശേഷമാണ് കുടിക്കുന്നത്, ഒരൽപ്പം കവിൾത്തടം മാത്രമാണ് കുടിച്ചിട്ടുള്ളത്. ഒരു വിഷുവിനോ ഒരു ക്രിസ്മസിനോ ഒരു ന്യൂ ഇയറിനോ ഒരു ഓണത്തിനോ ഏതെങ്കിലും രാവുകളുടെ പ്രാധാന്യം കണക്കിലാക്കിക്കൊണ്ടോ ആഘോഷത്തിന്റെ പേരിലോ ഒരൽപ്പം കൂട്ടുകാരൻ നിർബന്ധിച്ചതിന്റെ പേരിൽ കുടിച്ചതാണ്. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈമാൻ ഊരപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല കാഫിറായി ചത്തുപോകുമേ. അവിശ്വാസികളാകുന്ന ലാത്തയും ഉസ്സയും ആരാധിച്ചിരുന്നതായ മക്കയിലെ മുശ്രിക്കുകളെ പോലെ അവിശ്വാസിയായിട്ടാണ് അവൻ മരണപ്പെട്ടു പോകുക എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. ആദരവായ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നത്തേതാകുന്ന ചെറുപ്പക്കാർ യുവസമൂഹം ക്യാമ്പസുകളിൽ കള്ളിനടിമപ്പെട്ടവരല്ലേ, കഞ്ചാവിനടിമപ്പെട്ടവരല്ലേ, ലഹരി ഉപയോഗിക്കുന്നതായ അതിന്റെ മാഫിയകളായി നിലകൊള്ളുന്നതായ മക്കളായി മാറിയില്ലേ? നഊദു ബില്ലാഹ്. മക്കൾക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാൻ, അവർക്ക് ദീനീ ബോധം കൊടുക്കാൻ, അവരെ അവബോധം കൊടുക്കാൻ, അവർക്ക് ഈമാനികമാകുന്ന ശാക്തീകരണം കൊടുക്കാൻ ദീനിയായ വാദിന്റെ മജ്‌ലിസിലേക്ക് കൊണ്ടുവന്ന് 2 വാക്കുകൾ 2 ഹദീസുകൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാത്തതായ ആധുനികമാകുന്ന നവതലമുറകളെ പഠിച്ചു വെക്കണേ. നഊദു ബില്ലാഹ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, വഇന്ന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമ. തീർച്ചയായും ലഹരി നുണയുന്നതായ വ്യക്തി, ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, മാരകമാകുന്ന LSDയും MDMA അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങളുമായി ജീവിതം ഹോമിക്കുന്ന ചെറുപ്പക്കാരാ, യജീഉ യൗമൽ ഖിയാമ. നാളെ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളുന്ന നരകത്തെ പടച്ച റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളു കുടിച്ചതായ മനുഷ്യനെ കൊണ്ടുവരുകയാണ്. യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു. മുഖം മുഴുവനും കറുത്തതാകുന്ന കോലത്തിലാണ്. നഊദു ബില്ലാഹ്. ഈ ദുനിയാവിൽ 2000, 3000, 5000 കൊടുത്തുകൊണ്ട് മാസത്തിൽ ഫേഷ്യൽ നടത്തിയവനല്ലേ? ശരീരം മോശകലം വല്ലാതെ ക്രീമുകൾ ധരിച്ചുകൊണ്ട് നടന്നവനല്ലേ? ക്രീമുകൾ ഇട്ടുകൊണ്ട് മുഖത്തെ ഓമനിച്ചവനല്ലേ? മുഖത്തതാകുന്ന ശ്രദ്ധിച്ചവനല്ലേ? മുഖകമലം വൃത്തിയാക്കി കൊണ്ട് നടന്നവനല്ലേ? കള്ളു കുടിച്ചാൽ പോലും ആരും അറിയാതിരിക്കാൻ വേണ്ടുന്ന വസ്തുക്കൾ കഴിച്ചുകൊണ്ടും കണ്ണ് ചുവന്നിരിക്കുന്നതിന് പരിപൂർണമായി വെളുപ്പിലേക്ക് വരുത്താൻ വേണ്ടുന്നതായ ചെറിയ ചെറിയ
ചെറിയതാകുന്ന ഇറ്റിറ്റ് വീഴുന്നതാകുന്ന തുള്ളി മരുന്നുകളും ഇറ്റിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിച്ചതായ മനുഷ്യനല്ലേ? അള്ളാഹുവിനെ പടച്ച റബ്ബിനെ പറയുന്നതായ ദീനിയായ മജ്‌ലിസിൽ പോലും രഹസ്യമായും പരസ്യമായും കള്ളുകുടിച്ചുകൊണ്ട് കടന്നു വന്നതായ സമൂഹമല്ലേ? നിനക്ക് നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു നൽകുന്ന ശിക്ഷയെ അറിയണേ. വഇന്ന ശാരിബൽ ഖംർ യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഖകമലം കറുപ്പാണ് സാബ, മുഖം മുഴുവൻ കൂരിരുട്ടാണ്. തീർന്നില്ല. മുദ്ലിഗൽ ലിസാനുഹു അവന്റെ നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. ആ നാവിൽ നിന്ന് ഇളയിട്ട് വീഴുന്നുണ്ട് സാബ. ഈ ദുനിയാവിൽ കള്ള് കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, MDMA അടിച്ചവനാണ്, LSD അടിച്ചുകൊണ്ട് നടന്നവനാണ്. മോശപ്പെട്ട രീതിയിൽ മോശമാകുന്നതായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കടിമപ്പെട്ട് ഹശീഷിന് അടിമപ്പെട്ടുകൊണ്ട് കഞ്ചാവിന്റെ വിൽപ്പനകൾ നടത്തിക്കൊണ്ട് നടന്നവനാണ്. നാളെ അവൻ വരുന്നതായ രംഗമാണ്. മുഖം കറുത്തവനാണ്, നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുകയാണ്. നായയിൽ നിന്ന് പേ പിടിച്ച നായയിൽ നിന്ന് നാഗിൽ നിന്ന് ഈളയിറ്റ് വീഴുന്നത് പോലെ അവന്റെ നാവിൽ നിന്ന് ഉമനീര് പുറത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടത്രേ. അതവന്റെ നെഞ്ചിലൂടെ ഒലിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവനെ കാണുന്നതായ മഹ്ശറിലുള്ള സർവ്വജനങ്ങളും സർവ്വ അമ്പിയാക്കളും സർവ്വ ഔലിയാക്കളും സർവ്വ മശായിഖന്മാരും സർവ്വ മുഅ്മിനീങ്ങളും സർവ്വ മുഅ്മിനാത്തുകളും ഈ ദുനിയാവിൽ അവന്റെ കൂട്ടുകാരായി നിലകൊണ്ടിട്ടുള്ളതായ ഏതെല്ലാം വ്യക്തികളുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരുണ്ടോ, ഏതെല്ലാം യുവാക്കളുണ്ടോ, എല്ലാവരും അവനെ വെറുക്കുകയാണ്, അവനെ ആട്ടുകയാണ്. മാറി നിൽക്കടാ. വയഖ്ദിറുഹു കുല്ലു മൻ റആ. മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പറഞ്ഞുവിടുന്ന കോട്ടയത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നമ്മുടെ പെൺമക്കളുടെ ജീവിതം എങ്ങോട്ടാണ്? നമ്മുടെ ആൺമക്കളുടെ ചെയ്തി എങ്ങോട്ടാണ്? ക്യാമ്പസുകളിൽ കൂട്ടുകാരും ഒരുമിച്ചിരുന്നു കൊണ്ട് രഹസ്യമായും പരസ്യമായ കള്ളുകുടിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറകൾ മാറിയില്ലയോ? വിഷു വരുമ്പോ, ക്രിസ്മസ് വരുമ്പോ, ന്യൂ ഇയർ വരുമ്പോ, പെരുന്നാളിന്റെ സുദിനം വരുമ്പോ, വാപ്പ മരിച്ചു എന്നുള്ള ദുഃഖവാർത്ത കേൾക്കുമ്പോഴും നബിദിനം വരുന്നതിന്റെ ആഘോഷവേളകളുമൊക്കെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ദുനിയാവിനെ ഹോമിക്കുന്നവരില്ലേ? വേണ്ടെന്ന മറ്റുള്ള മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പോലും കഞ്ചാവും അടിച്ചുകൊണ്ടും ലഹരി ഉപയോഗിച്ചുകൊണ്ടും നിലകൊള്ളുന്നതായ മക്കളില്ലേ? നഊദു ബില്ലാഹ്. എല്ലാവരും വെറുക്കുകയാണ്, എല്ലാവരും ഒഴിയുകയാണ്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറാ. ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങളെ ചുമക്കാനുണ്ടാവാത്ത സ്ഥലമാണ് മഹ്ശറ. ഒരാൾ ചുമക്കാനുണ്ടാവൂല, മനസ്സിലായിക്കോ? ഒരാളും ഉണ്ടാവൂല. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് പരിചയപ്പെടുത്തിയവൻ, ലഹരി പരിചയപ്പെടുത്തിയവൻ, MDMA എവിടെ കിട്ടും, LSD എവിടെ കിട്ടും, ആരാണതിന്റെ ഏജന്റ്? ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തരുമോ? അല്ലല്ല. നിനക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുമോ? എവിടെ നിന്നാണ് കിട്ടുക? ഏത് സദസ്സിൽ പോയിരുന്ന് അടിക്കാം, ഏത് കടകമ്പോളത്തിൽ പോയിരുന്ന് അടിക്കാം. വൈകുന്നേരമാകുമ്പോ ഏത് ഭാഗമാണ് ജനങ്ങൾ കാലിയാകുന്നത്, അവിടെ പോയിരുന്ന് നമുക്കടിക്കാം. ഇതൊക്കെ പരിചയപ്പെടുത്തിയ കൂട്ടുകാരുണ്ടാവും, ഒരുത്തനും ഉണ്ടാവൂല. രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയല്ലയോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, 5 അവസ്ഥകൾക്ക് മുമ്പ് 5 സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണേ. ശബാബക ഖബല ഹറമിക വസിഹതക ഖബല സകമിക വഗിനാക ഖബല ഫഖരിക വഫറാഗക ഖബല ശുഗ്ലിക വഹയാതക ഖബല
ഖബ്ല മൗതിക. 5 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് 5 സന്ദർഭങ്ങളെ ഗൗനിക്കണേ. ഞാൻ നിർത്തുകയാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. നബി മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് ഒന്ന് കേട്ടോ, ശരിക്കും പഠിക്കും, ഇത് പഠിച്ചിട്ട് പോയിക്കോ. 5 സന്ദർഭങ്ങൾക്ക് മുമ്പ് 5 ഘട്ടങ്ങളെ നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. 5 ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയാൽ രക്ഷപ്പെട്ട്. യഖ്തനിം, മുതലാക്കണമെന്നാണ് നബി പറഞ്ഞത്. നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ ശരിക്കും മുതലാക്കണം അല്ലേ. റമദാനിൽ 2500 രൂപ കൊടുത്താൽ ഹയാത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടൽ നോമ്പ് തുറ സൽക്കാരമുണ്ട്, അവിടെ പോയി കേവലം ഒരു സമൂസായും കോഫി ചായ ഇടിയപ്പം മൊറോട്ടി പത്തിരി അപ്പം ദോശ മുട്ട് ഇറച്ചി കറിഞ്ഞ് കേക്ക് മുറുക്ക് എല്ലാം അടിക്കണം. അതിനുവേണ്ടി പോവാൻ ഏതെങ്കിലും ഒന്ന് മാത്രം ഒതുങ്ങിയാൽ പോരാ, മുതലാക്കണം. അങ്ങനെ പറയുന്ന ആളുകൾ മൊത്തം എടുക്കണം, അതുകൊണ്ട് ഓരോന്നും എടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു മുതലാക്കൽ നിങ്ങൾ മുതലാക്കേണ്ടത് 5 വിഷയത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ ഏതാണത്? ശബാബക ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് യുവത്വ കാലഘട്ടത്തെ ശ്രദ്ധിക്കണേ. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നിലകൊള്ളുന്ന ചെറുപ്പക്കാരായ യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ ജീവിതഘട്ടത്തെ ഉപയോഗപ്പെടുത്തണേ. വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് യുവത്വത്തെ ശ്രദ്ധിക്കണേ. യുവത്വ കാലഘട്ടം അമലിന് ഭയങ്കര ശ്രേഷ്ഠതയാണ്. വാർദ്ധക്യ സമയത്ത്, ആ സമയത്ത് വീൽ ചെയറിൽ ഉന്തിയിട്ട് ഒരാളെ കൊണ്ടുവരാണ് പള്ളിയിലേക്ക്. കാരണം എന്താ? മരിക്കാറായെന്ന് ബോധമുണ്ട്. അപ്പം പള്ളി കയറാൻ തുടങ്ങി. ഇതിനു മുമ്പ് ചെറുപ്പക്കാരനായിരുന്നതാണ്, ഇപ്പം ഗുണ്ടയായി നടന്നതാണ്. ഗുണ്ട വലിയ ഇടിക്കാരനായിരുന്നു, ഗുസ്തിക്കാരനായിരുന്നു. അന്ന് പള്ളി കയറൂല, ചീത്തവിളിയാണ്, തെറിവിളിയാണ് സാധുമാരെ, നാട്ടുകാരെ. ഇപ്പൊ കൈയും കാലും ഒടിഞ്ഞിട്ട് കൈ അനങ്ങാൻ മേല. അപ്പൊ അവനെ വീൽ ചെയറിൽ ഉന്തി ഫ്രണ്ട് സഫി കൊണ്ടിരുത്തുകയാണ്. ഉദാഹരണം പറയാൻ, വാർദ്ധക്യ സഹജമാകുന്ന അവസ്ഥ എത്തുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്തോ? പ്രായാധിക്യം എത്തുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യേ? നിന്റെ യുവത്വ ഘട്ടം ഉപയോഗിക്ക്. നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ താടി നരച്ചതും തലമുടി നരച്ച ആളുകൾ ധാരാളം നമ്മുടെ ഈ മജ്‌ലിസിലുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നസീബാക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കട്ടെ. ഇന്ന് തലമുടി നരയ്ക്കുമ്പോഴും താടി നരയ്ക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത്? വേഗം കറുപ്പിക്കാൻ പോവാൻ. എങ്ങനെയെങ്കിലും അവന്റെ വാർദ്ധക്യം യുവത്വത്തിൽ കാണിക്കണം ജനങ്ങൾക്ക് മുന്നിൽ, അതിനുവേണ്ടി നിലകൊള്ളുകയാണ്. അങ്ങനെ നിലകൊണ്ട് ജീവിച്ചു പോകുന്ന നടന്മാരും നടിമാരുള്ള കാലഘട്ടമാണിന്ന്. പ്രായം 70ഉം 80ഉം കഴിഞ്ഞാലും തലമുടിയും താടിരോമൊക്കെ നരപ്പിച്ചിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഹീറോയായി ചമയുന്ന കാലഘട്ടം. യഥാർത്ഥ രൂപത്തിൽ വന്നാൽ ആളുകൾ പേടിച്ചു പോകും അല്ലേ? ശരിയല്ലേ? ഒരു രോമം ആദ്യമായി നരച്ചു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ. സാറാ ബീബി റളിയല്ലാഹു അൻഹ ഭാര്യ ചോദിച്ചു, മാഹാദ ഇതെന്താ? അള്ളാഹുവിനോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അള്ളാഹുവെ മാഹാദ ഇതെന്താ? ഇബ്രാഹിം നബി ചോദിച്ചു. അള്ളാഹ് പറഞ്ഞു, ഹാദിഹി വഖാറുൻ, ഇത് വഖാറാണ്, ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. നര എന്ന് പറയുന്നത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. ഇബ്രാഹിം നബി ഉടനെ ദുആ ചെയ്തു. ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാ. കാരണം എന്താ? കറക്റ്റ് പടച്ച റബ്ബിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിച്ച ഉത്തരം ഉറപ്പാണ്. നമ്മളൊക്കെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് എന്താ? കഴിക്കുന്നത് ഹറാമ്, കുടിക്കുന്നത് ഹറാമ്, ചെയ്യുന്നത് ഹറാമ്, പ്രവർത്തിക്കുന്നത് ഹറാമ്, കാണുന്നത് ഹറാമ്, എല്ലാം നിഷിദ്ധമായ രീതിയിലാണ്. പലിശയുടെയുള്ള ജീവിതം, രഹസ്യവും പരസ്യമായിട്ട് അള്ളാഹുവിനെ പേടിക്കാതെയുള്ള ജീവിതം. പരസ്യമായിട്ട് ഞാൻ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും രഹസ്യമായിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന, അന്യപെണ്ണുമായി ചാറ്റിംഗ് ചെയ്യുന്ന ചെറുപ്പക്കാരുള്ള യുഗം, അന്യപുരുഷനുമായി രഹസ്യമായും പരസ്യമായും ചാറ്റിംഗ് നടത്തിക്കൊണ്ട് നേരം വെളുപ്പിക്കുന്ന തലമുറകൾ, കാതുകളെ സിനിമാ പാട്ട് കേട്ടും കണ്ണുകളെ സിനിമ കണ്ടും മലീമസമാക്കുന്ന യുഗം അല്ലേ? ഏതെങ്കിലും ഒരു പുതിയ പടം ഇറങ്ങാൻ കാത്തിരിക്കാൻ നെറ്റ്ഫ്ലിക്സിൽ, ഹോട്ട്സ്റ്റാറിൽ, അപ്പോഴേ പൈസ കൊടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ജയിലർ കാണാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ് അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരും ചോദിക്കുന്നില്ല, കൈ ഉയർത്തണ്ട. ചിലരത് കേട്ട് കൈ ഉയർത്താൻ നിൽക്കുകയാണ്. കൈ ആരും ഉയർത്തണ്ട. നമ്മുടെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുതിയ തലമുറയുടെ അവസ്ഥ. നമ്മൾ കാണാത്ത സിനിമകളില്ല, കേൾക്കാത്തതാകുന്ന സിനിമാ പാട്ടുകളില്ല, നമ്മൾ പാടാത്തതാകുന്ന സിനിമാ രാഗങ്ങളില്ല. എല്ലാ ഹറാമുകളും നിലകൊള്ളുന്നു. എന്നിട്ട് നമുക്ക് പരിഭവം, അള്ളാഹു എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ സലാത്ത് ഒരുപാട് മുത്തുനബിക്ക് ചെല്ലുന്നു, എന്നിട്ടും പ്രവാചകൻ എന്തുകൊണ്ട് എന്നെ മദീനയിലേക്ക് എത്തിക്കുന്നില്ല? ഇവിടെ ഹഖ തുഖാത്തി, റബ്ബിനെ പേടിക്കേണ്ട രീതിക്ക് പേടിക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ അല്ലാ, എനിക്ക് ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ അല്ലാ.
ദുആ ചെയ്ത് തീരണ്ട താമസം താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും പരിപൂർണമായി നരയ്ക്കുകയാണ്. നര ചോദിച്ചു വാങ്ങി സയ്യിദുനാ ഇബ്രാഹിം. കാരണം അത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. കണ്ടോ, അതുവരെ കണ്ടു നോക്കാം. താടി കാണുമ്പോ തന്നെ ഒരു റാഹത്താണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇത് കാണുമ്പോഴേ, ഒരെണ്ണം കാണുമ്പോഴേ പെണ്ണുങ്ങൾക്ക് അങ്ങ് ആശങ്ക, എൻ്റെ ഇക്ക കളവനായി, എൻ്റെ ഇക്ക വേഗം തന്നെ ഡൈ ചെയ്യണേ എന്ന് പറയും. പെണ്ണുങ്ങളാണ് ആദ്യം ഇത് പറയുന്നത്, ആണല്ലേ? അപ്പൊ പിന്നെ വേഗം കറുപ്പിക്കാൻ നിൽക്കുക. മൈലാഞ്ചി ഇടാം, അത് സുന്നത്താണ്, അനുവദനീയാണ്. നിങ്ങൾ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്, അത് നല്ലതാണ്. കറുപ്പിക്കാൻ പാടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കറുപ്പിക്കേണ്ടത് എന്തിന്റെ വിഷയത്തിലാണ്? ദീനിന്റെ വിഷയത്തിൽ യുവാവാകാൻ നോക്കണം. ദുനിയാവിന്റെ വിഷയത്തിലല്ല നീ യുവാവാകേണ്ടത്. ഇന്ന് പ്രായാധിക്യം ചെന്നതാകുന്ന ആളുകൾ യുവാവാകാൻ കൊതിക്കുന്നത്, കൗമാരപ്രായത്തിലേക്ക് വരാൻ കൊതിക്കുന്നത് ദീനിന്റെ വിഷയത്തിലല്ല, ദുനിയാവിന്റെ വിഷയത്തിലാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ നീ യുവാവാകണ്ട, ആഖിറത്തിന്റെ വിഷയത്തിൽ നീ യുവാവാകുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരെ നിസ്കരിക്കുന്നത് പോലെ 5 വഖത്ത് പള്ളിയിൽ വന്ന് ജുമുഅയും ജമാഅത്ത് നമസ്കരിക്കുന്ന വിഷയത്തിൽ നീ യുവാവാകണം. അവന്റെ ആർജവമായിരിക്കണം നിനക്കുണ്ടാകേണ്ടത്. ദീനി ചിട്ടയിൽ വരാൻ, നിസ്കാരങ്ങളിൽ ചിട്ട വെക്കാൻ, അവ്വൽ സഫിലെത്താൻ. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്ര നന്മകൾ ചെയ്യാൻ പറ്റും. പുത്തമ്പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു അന്യ സമുദായത്തിൽപ്പെട്ടതാകുന്ന ഒരു ഉമ്മയാണെങ്കിൽ പോലും റോഡിനെ ക്രോസ് ചെയ്യാൻ, അപ്പുറത്തെ ചന്തയിലേക്ക് പോകാൻ വേണ്ടി നിലകൊള്ളുന്ന ആ ഒരു ഉമ്മയെ കൈക്ക് പിടിച്ച് അപ്പുറത്തേക്ക് എത്തിച്ചാൽ പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ. എന്ത് നന്മയാർന്ന പ്രതിഫലം! നിനക്ക് എന്ത് നന്മ ചെയ്താലും പ്രതിഫലമാണ് ദീനിൽ. ഏതൊക്കെ നന്മകൾ ചെയ്യാൻ ചെറുപ്പക്കാർക്ക് വല്ലതും ചെയ്യോ? ഒരു ബസ്സിൽ കയറി നിനക്ക് സീറ്റ് നേരത്തെ ഉറപ്പിച്ചു. ഒരു മുസ്ലിം സമുദായത്തിലെ വേണ്ട ഒരു അന്യ സമുദായത്തിലെ പെണ്ണ് തന്നെ, ഗർഭിണിയായ ഒരു പെണ്ണ് കയറി വന്നു, എഴുന്നേറ്റ് കൊടുക്കണം. അതോടുകൂടി പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അതാണ് കാരുണ്യം, അതാണ് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ സന്ദേശം. മുത്തനബിയുടെ സന്ദേശം അതാണ്. ഗർഭിണിയായ പെണ്ണ് പോട്ടെ, പ്രസവിച്ചു, ഒരു കൈക്കുഞ്ഞുമായി കയറി വരികയാണ്. ഇത് വേറെ മതത്തിൽപ്പെട്ടതാണ്, നമ്മുടെ അല്ലല്ലോ. അതല്ല വേണ്ടത്. മറ്റു മതത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു ഉമ്മയല്ലേ മാതാവിനോടുള്ളതാകുന്ന ഒരു സ്നേഹം, മാതൃസ്നേഹം കാണിച്ചു കൊടുക്കണം. നിന്റെ ജീവിതം കണ്ടിട്ട് ഒരാളെങ്കിലും ദീനിലേക്ക് വരട്ടെ. ഇന്ന് നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് ഉള്ളവർ ദീനിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച തുടക്കത്തിൽ, അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ സ്വന്തം ജീവിതം കാണിച്ചു കൊടുത്തു മറ്റുള്ളവർക്ക്. അപ്പോൾ ആളുകൾ ദീനിലേക്ക് ആകർഷിച്ചു. മുൻഗാമികളായ ആളുകളൊക്കെ ഇവിടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസരണം നടത്തിയിട്ടുള്ളത് റോഡിലിറങ്ങി നടന്ന് പ്രബോധനം നടത്തിയിട്ടല്ല. പഠിക്കണം, നമ്മൾ പഠിക്കണം. അവരൊന്നും പുറത്തിറങ്ങി വന്നിട്ടില്ല. അവരവരുടെ സ്വന്തം ജീവിതം ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ചു കൊടുത്തു. അയൽപക്ക ബന്ധം, സാമൂഹിക ബന്ധം, സമുദായത്തോടുള്ള ബന്ധം, ലോകത്തോടുള്ള ബന്ധം, അന്യമതസ്ഥരോടുള്ള ബന്ധം, അതൊക്കെ വിശാലമായ കാഴ്ചപ്പാടാണ്. പ്രവാചകൻ അവിടെയാണ് പറഞ്ഞത്, നിന്റെ അയൽപക്കക്കാരൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ നിന്റെ കറിയിൽ അല്പം കൂടി ചാറ് കൂട്ടിയിട്ട് വെള്ളം ചേർത്തിട്ടത് കറി വിശാലമാക്കിയിട്ട് അവന് കൂടി കൊടുക്കണം. അങ്ങനെ തികയുള്ളെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലാതെ 10 കിഴങ്ങ് വെട്ടിയിടാനല്ല. നമ്മളിന്നൊരു ഇറച്ചിക്കറി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? 18 കിലോ കിഴങ്ങിന് 2 കിലോ ആട്ടിറച്ചിക്ക് 18 കിലോ കിഴങ്ങ്. അങ്ങനെയാണോ? മുമ്പൊക്കെയാണല്ലേ, അപ്പൊ അത് മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല, ആ ഒരു രീതിയല്ല. കറിക്ക് അല്പം ചാറ് കൂട്ടിയിട്ടാണെങ്കിലും നീ അവർക്ക് സൽക്കരിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അതൊക്കെ നമ്മുടെ ഉമ്മത്ത് മാതൃകയാക്കേണ്ട വിഷയമാണ്. അന്യ സമുദായത്തോടുള്ള ആളുകളോട് വരെ കൂറ് പുലർത്തണമെന്ന് പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എവിടെയാണ് നന്മയുണ്ടായിത്തീരുന്നത്? ചിന്തിക്കൽ. എവിടെയാണ് നന്മ? എന്ത് പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ യുവത്വ കാലഘട്ടത്തെ നീ ശ്രദ്ധിക്കണേ. പ്രായാധിക്യമാകുന്ന സമയം വരുന്നതിന് മുമ്പ് യുവത്വത്തെ ഗൗനിക്കണേ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രോഗാതുരമാകുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യഘട്ടത്തെ ശ്രദ്ധിക്കണേ. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, സമുദായമേ, ഉമ്മമാരെ, ആരോഗ്യം അല്ലാഹു നൽകിയിരിക്കുന്ന വലിയ തൗഫീഖാണ്. അല്ലാഹുവിന്റെ റസൂലിനോട്
ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സലിൽ അഫ്വ വൽ ആഫിയ. വീടുണ്ടാവാൻ ചോദിക്കലല്ല, കാറുണ്ടാവാൻ ചോദിക്കലല്ല, നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ. ആദ്യമായൊരു മോമിൻ പഠിക്കേണ്ട ദുആ അതാണ്. സ്വന്തം ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ നബി മുഹമ്മദ് മുസ്തഫ. കാരണം ആരോഗ്യമില്ലേ പോയി, ആർക്കും വേണ്ട. 10 ദിവസം ഒന്ന് കിടന്നു നോക്കിയ ഭാര്യയ്ക്ക് പോലും വേണ്ട. ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വരാൻ ചാടി എടുത്തോണ്ട് നിൽക്കുന്ന പെണ്ണുങ്ങൾ വരെ 10 ദിവസം വയ്യാതെ കിടന്നാ പറയും എപ്പോ വരാന്ന് പറയും. അങ്ങനെ 18 വർഷം വരെ കൂടെ നിന്നുകൊണ്ട് ഖിദ്മത്തെടുത്ത പെണ്ണിന്റെ പേരാണ് റഹിമ ബീബി റളിയല്ലാഹു അൻഹ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയ ഭാര്യയാണ്. സുഖമില്ലാതെ കിടപ്പിലാണ്. ചെറിയ വിളി വേണ്ട, ഒന്ന് ഞെരങ്ങിയാൽ മതി, അപ്പ അളവെടുത്തു. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അത്തരത്തിലുള്ള സാലിഹത്തുകളിൽ ചേർക്കുമാറാവട്ടെ. ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുമ്പോ ഭർത്താവിന് വിട്ട് അന്യമതത്തിൽപ്പെട്ടവനോടൊപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവൾ കന്യരാകുന്ന ചെറുപ്പക്കാരുമായി ഒളിച്ചോടുന്ന കാലഘട്ടം. സുഖമില്ലാതെ പോയാൽ മതി. ഭാര്യ അങ്ങനെ കടന്നാൽ തന്നെ പോകുന്ന ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. എത്ര ആളുകൾ അങ്ങനെയുണ്ട്. ഭാര്യ അങ്ങനെ കടക്കുക പോലും വേണ്ട, സ്വന്തം ഭർത്താവിന് വേണ്ടി ജീവൻ പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതാകുന്ന ചെറുപ്പക്കാരും ഇന്ന് ധാരാളം നവസമൂഹത്തിൽ കടന്നു വന്നില്ലേ. എത്രയെത്ര കേസുകളാണ് തലാഖിന്റെ വിഷയങ്ങളായി നമ്മുടെ ജമാഅത്തും പരിസര ജമാഅത്തുകളിലും കെട്ടിക്കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 1 മാസമാകുന്നില്ല, അതിനു മുമ്പ് തലാഖ്, ഡൈവേഴ്സ് വേണം. എന്താ കാര്യം? കാര്യമൊന്നുമില്ല, ഇത് തന്നെ വിഷയം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരോഗ്യമുള്ള ഘട്ടത്തെ ശ്രദ്ധിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും എല്ലാവരും എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് നിസ്കരിക്കണം. ഒരു സദക്കയും കൊടുക്കാത്തവന് സുഖമില്ലാതായി കഴിയുമ്പോൾ എന്തും കൊടുക്കാൻ തയ്യാറാകുകയാണ്. എത്ര സമ്പത്തും പള്ളിക്ക് കൊടുക്കാനും ദീനിന് കൊടുക്കാനും തയ്യാറാവുകയാണ് അല്ലേ? ആരോഗ്യമുള്ള ഒരു ഘട്ടത്തിൽ, സമ്പത്തുള്ള ഒരു ഘട്ടത്തിൽ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ 3ാമതായി എണ്ണി, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിന്റെ അവസ്ഥയെ നീ ശ്രദ്ധിക്കണേ. സമ്പത്ത് വേണ്ട വിധത്തിൽ, വേണ്ട രീതിയിൽ, ദീനിയായ നിലയ്ക്ക് നീ ചെലവഴിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദീനിയായ മേഖലയിൽ ചെലവഴിക്കണം. അല്ലാതെ ബമ്പറടിക്കും എനിക്ക് എന്ന് പറഞ്ഞ 500 രൂപയുടെ ലോട്ടറി എടുത്ത് നോക്കിയവനല്ല. ചില ആളുകളൊക്കെ അത് എടുത്ത കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ളതുപോലെ തോന്നുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലരുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്, അല്ലേ? മോമിനീങ്ങളെ കുറിച്ച് നല്ല ഭാവന വേണമെന്നാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബമ്പർ അടിച്ചിട്ട് ചിലരിങ്ങനെ നോക്കുന്നത് ഏതേ നോക്കുന്നുള്ളൂ. 25 കോടി അടിച്ചോന്നാ നോക്കുന്നത്, ബാക്കി അതിന് താഴെയുള്ളതൊന്നും നോക്കലേ ഇല്ല. കാരണം അത് കിട്ടിയാൽ മതി. സംഭവം 12 കോടിയെ കൈ കിട്ടുള്ളെങ്കിലും അതാണ് നോക്കുന്നത്. എല്ലാവരുടെ അവസ്ഥ അതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതൊക്കെ നിഷിദ്ധമാണ്.